ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ്. നമ്മുടെ 6th സെമ്മിലെ കോസ്റ്റിങ്ങിൽ അടുത്ത ഏരിയ ആയ കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇവിടെ ഇടുന്നത്. നിങ്ങൾക്കറിയാം, കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷവും നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് എന്താണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് നോക്കാം. കോൺട്രാക്ട് കോസ്റ്റിംഗ് കൂടുതലും യൂസ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ വർക്കിനാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ഓർഡർ കിട്ടി, ഒരു സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ഇതിനെ വിളിക്കും. ഒരു ഓർഡർ കിട്ടി, അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഒരു ഓർഡർ കൊടുത്ത് ഒരു വർക്ക് ഫിനിഷ് ചെയ്യുന്നതിനാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൽ 2 പേഴ്സൺസ് കാണും, കോൺട്രാക്ടറും കോൺട്രാക്റ്റിയും. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം എനിക്കൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ കംപ്ലീറ്റ് വർക്കും ഒരു കോൺട്രാക്ടർക്ക് കൊടുക്കുവാണ്. അപ്പോൾ കൊടുക്കുന്ന ഞാൻ കോൺട്രാക്റ്റ്, ആർക്കാണോ ഞാൻ കോൺട്രാക്ട് വർക്ക് ഏൽപ്പിക്കുന്നത് അയാളെ നമ്മൾ കോൺട്രാക്ടർ എന്നും പറയുന്നു. പക്ഷേ നമ്മുടെ ആ റിക്വയർമെൻറ്റിനനുസരിച്ച്, ഒരു കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് ആ കോൺട്രാക്ട് വർക്ക് ഫിനിഷ് ചെയ്യുന്നതിന് ആവശ്യമാകുന്ന, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന കോസ്റ്റിങ്ങിനെയാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുക. ഇതൊരു ലോങ് ഡ്യൂറേഷനിലുള്ളൊരു കോസ്റ്റിംഗ് മെത്തേഡാണ്. നമുക്ക് നോക്കാം എന്താണ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് is that form of specific order costing which applies where work is undertaken to customers' special requirement and each order is of long duration. ഇനി നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മെയിൻലി കണക്റ്റഡ് വിത്ത് കൺസ്ട്രക്ഷൻ വർക്കിനാണ് അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ലോങ് പീരീഡ് ഓഫ് ടൈം. ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പീരീഡ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആയിരിക്കില്ല, ലോങ് ആയിരിക്കും. കോൺട്രാക്ട് ഈസ് പെർഫോം ഔട്ട്സൈഡ് ദ കോൺട്രാക്ടേഴ്സ് ഓഫീസ്. നമ്മൾ ആർക്കാണോ കോൺട്രാക്ട് കൊടുക്കുന്നത് അവരുടെ ഓഫീസിൽ ഇരുന്നുള്ള വർക്കല്ല, അത് ഔട്ട്സൈഡ് പ്രെമിസിസിലായിരിക്കും അതിൻ്റെ വർക്ക് നടക്കുക. സൈസ് ഓഫ് കോൺട്രാക്ട് ഈസ് ലാർജ്. ഈച്ച് കോൺട്രാക്ട് ഈസ് എ യൂണിറ്റ് ഓഫ് കോസ്റ്റ്. ഓരോ കോൺട്രാക്റ്റിനെയും നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഓരോ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ എക്സ്പെൻസ് ആർ ഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് ആണ് ഇവിടെ ഉണ്ടാവുന്ന എക്സ്പെൻസ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വേജസ് കൊടുക്കാറുണ്ട്, അല്ലേ, നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ നമുക്ക് കൂടുതലായിട്ടും ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് അവിടെ ഇൻകർ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ മീനിങ്ങും ഫീച്ചേഴ്സും. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്. എത്ര രീതിയിൽ ഈ കോൺട്രാക്ട് കോസ്റ്റിങ്ങിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് വൺ, ഫിക്സഡ് പ്രൈസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺട്രാക്ട് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. നേരത്തെ തന്നെ ഫിക്സഡ് ഇൻ അഡ്വാൻസ്, കോൺട്രാക്ട് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ യാതൊരു ചേഞ്ചസും വരുന്നില്ല. ഇപ്പം നമ്മൾ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്ന ഒരു 5 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ ആ 5 ലാക്ക് ആയിരിക്കും അതിൻ്റെ ഫിക്സഡ് പ്രൈസ്. അതിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ നമ്മൾ ഫിക്സഡ് പ്രൈസ് കോൺട്രാക്ട് എന്ന് വിളിക്കുന്നു. അടുത്തത് കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട്. ഇതിൽ വരുന്നത് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ അതിനകത്ത് നമ്മുടെ പ്രോഫിറ്റും കൂടെ, ദാറ്റ് ഈസ് കോസ്റ്റ്, അതും കൂടെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എത്രമാത്രമാണ് നമ്മൾ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് അതും കൂടെ ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ കോൺട്രാക്ട് പ്രൈസിനെയാണ് കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് ഫിക്സഡ് പ്രൈസ് വിത്ത് എസ്കലേഷൻ ക്ലോസ്. എസ്കലേഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് കോൺട്രാക്ട് പ്രൈസ് ഫിക്സഡ് ആയിരിക്കും, പക്ഷേ എസ്കലേഷൻ ക്ലോസ് അവിടെ ഉണ്ടെന്ന് വെച്ചാൽ മെറ്റീരിയലിൻ്റെ വാല്യൂവിൽ ചേഞ്ചസ് വരാം. നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്, അല്ലെ, ആ മെറ്റീരിയലിൻ്റെ വാല്യൂവിൽ, വേജസിൽ വേരിയേഷൻ വരും. നമ്മളിപ്പോൾ ഐറ്റംസ്, നമുക്ക് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണോ വേണ്ടത് അതിൻ്റെ വേരിയേഷൻ അനുസരിച്ച് കോൺട്രാക്ട് പ്രൈസിൽ ചേഞ്ചസ് വരുന്നു. അതിനെയാണ് ഫിക്സഡ് പ്രൈസ് വിത്ത് എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ തിയറി നോക്കിയിരുന്നു. അടുത്തത് നമുക്ക് അക്കൗണ്ടിങ് പ്രൊസീജിയർ, കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ അക്കൗണ്ടിങ് പ്രൊസീജിയർ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഇതിനകത്ത് പ്രിപ്പയർ ചെയ്യുന്നത് കോൺട്രാക്ട് ലെഡ്ജർ ആണ്. ജസ്റ്റ് ലൈക്ക് പി ആൻഡ് എൽ ഫോർമാറ്റിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിൽ വരുന്ന കുറച്ച് ഐറ്റംസ്, ഡെബിറ്റ് സൈഡിൽ വരുന്ന കുറച്ച് ഐറ്റംസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മെറ്റീരിയൽ പർച്ചേസ്ഡ് ആവാം, മെറ്റീരിയൽ അറ്റ് സൈറ്റ് ആവാം, മെറ്റീരിയൽ റിട്ടേൺ ആവാം. മെറ്റീരിയൽ പർച്ചേസ്ഡ് എന്ന് പറയുന്നത് നമുക്ക് പർച്ചേസ് ചെയ്ത എക്സ്പെൻസ് ആണ്. നമ്മളപ്പോൾ ആ മെറ്റീരിയൽ പർച്ചേസ്ഡ് എന്നാണെങ്കിൽ നമ്മളത് ഡെബിറ്റ് സൈഡിലാണ് കോൺട്രാക്ട് അക്കൗണ്ടിനെ കാണിക്കുന്നത്. അതുപോലെ മെറ്റീരിയൽ അറ്റ് സൈറ്റ്, മെറ്റീരിയൽ റിട്ടേൺ ആയിട്ട് വന്നത്, ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണ്, നമ്മളത് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത് ഒരു കോൺട്രാക്ട് ലെഡ്ജറിൻ്റെ അല്ലെങ്കിൽ കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ. അടുത്തതാണ് ലേബർ.
ലേബർ എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ലേബേഴ്സിന് കൊടുക്കുന്ന എക്സ്പെൻസസ് ആവും, എന്ന് വെച്ചാൽ വേജസ് ആവാം. അപ്പം അവർക്കുണ്ടാവുന്ന എക്സ്പെൻസുകളാണ്, അത് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ കാണിക്കുന്നത്. അടുത്തത് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസിലും ഈ വേജസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് എക്സ്പെൻസ് ആണ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഒന്നെങ്കിൽ ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എത്രയും നമുക്ക് തരും, ഇല്ലെങ്കിൽ വേജിൻ്റെ എന്തെങ്കിലും ഒരു ക്ലോസ് തരും, ഇന്നതിൻ്റെ ഇത്ര ശതമാനം. നമ്മളപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് അത് നമ്മൾ P&L കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അടുത്തത് പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറി നമുക്ക് കോസ്റ്റ് വാല്യൂ തരാം, പർച്ചേസ്ഡ് പ്രൈസ് തരാം, അതുപോലെ അതിൻ്റെ ഡിപ്രീസിയബിൾ വാല്യൂ, ഡിപ്രീസിയേഷൻ ഇത്ര ശതമാനം തരാം. നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണിക്കാവുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കോസ്റ്റ് വാല്യൂ, പർച്ചേസ് ചെയ്തപ്പോൾ ഉള്ള വാല്യൂ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് ഡിപ്രീസിയബിൾ വാല്യൂ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാവുന്നതാണ്. സബ് കോൺട്രാക്ട്, നമ്മൾ ഈ കോൺട്രാക്ട് സബായിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് നമ്മുടെ കോൺട്രാക്ട് തന്നെ കോൺട്രാക്ടർ ഡിവൈഡ് ചെയ്ത് പലർക്കായിട്ട് പല വർക്ക് കൊടുക്കാറുണ്ട്. നമ്മളിപ്പോൾ ഒരു വീടാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് വേറൊരാൾക്ക് കൊടുക്കാം, അല്ലെ? അതുപോലെ ടൈൽ വർക്ക്, ഇങ്ങനെ കോൺട്രാക്ടിനെ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുണ്ടാകുന്ന എക്സ്പെൻസുകളാണ് ഈ സബ് കോൺട്രാക്റ്റിൽ വരുന്നത്. അത് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ കാണിക്കുന്നത്. അടുത്തത് എക്സ്ട്രാ വർക്ക്. ഇപ്പം ഒരു കോൺട്രാക്റ്റിന് ഇത്ര പ്രൈസ് എന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇത്ര വർക്കായിരിക്കും അവർ ഫിനിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ കൂടുതൽ വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസുകളാണ് നമ്മൾ എക്സ്ട്രാ വർക്കിൽ വരുന്നത്. അത് നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അടുത്തത് വർക്ക് സർട്ടിഫൈഡ് ആൻഡ് വർക്ക് അൺസർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമുക്ക് തന്നിരുന്ന കോൺട്രാക്ടിൻ്റെ ഒരു 80% നമ്മൾ എന്താണ്, നമുക്കത് അപ്രൂവൽ കിട്ടി, സർട്ടിഫൈഡ് ആയി, നമ്മൾ ചെയ്ത വർക്ക് കംപ്ലീറ്റഡ് ആയി, അത് അപ്രൂവൽ കിട്ടിയതാണെങ്കിൽ അതിനെയാണ് നമ്മൾ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത്. വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ചെയ്യാനുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ അപ്രൂവൽ കിട്ടാതെ കിടക്കുന്ന പോർഷനാണ് അൺസർട്ടിഫൈഡ് എന്ന് പറയുന്നത്. ഈ രണ്ടൈറ്റവും നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ടിലും കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇത് രണ്ടൈറ്റവും ബാലൻസ് ഷീറ്റിൽ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ എൻട്രി വരുന്നതാണ് ഇത് രണ്ടും വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും ഈ ഐറ്റം കാണിക്കാറുണ്ട്. നമ്മൾ എപ്പോഴും ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എത്രമാത്രം സർട്ടിഫൈ ചെയ്തു, എത്രമാത്രം അൺസർട്ടിഫൈഡ് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്രോബ്ലത്തിലൂടെ വരുമ്പോൾ അത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് റിട്ടൻഷൻ മണിയാണ്. റിട്ടൻഷൻ മണി എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൽ കോൺട്രാക്റ്റി വർക്ക് സർട്ടിഫൈഡ് ആയിട്ട് ഇപ്പം അപ്രൂവൽ കിട്ടിയ വർക്കിൽ നിന്ന് കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യും, റീറ്റെയിൻ ചെയ്ത് വെക്കും, കോൺട്രാക്ടറിന് കൊടുക്കാതെ വെക്കും. അതിനെയാണ് റിട്ടൻഷൻ മണി എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വർക്ക് സർട്ടിഫൈഡ് മൈനസ് ക്യാഷ് റിസീവ്ഡ്, അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് നോർമൽ പ്രോഫിറ്റ് ആണ്. നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ വേറൊരു പേരിൽ പറയും നോഷണൽ പ്രോഫിറ്റ്. എക്സാമിന് നോഷണൽ പ്രോഫിറ്റ് എന്നായിരിക്കും ചോദിക്കുക. അതെന്താന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിന്റെ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റിനെയാണ് നമ്മൾ നോഷണൽ അല്ലെങ്കിൽ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് കോൺട്രാക്ടറാണ് ആ പ്രോഫിറ്റ് എത്രയെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് പ്ലസ് കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ് മൈനസ് കോസ്റ്റ് ഇൻകേർഡ് ടു ദി ഡേറ്റ്. അടുത്തത് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്. ഒരു കോൺട്രാക്റ്റിൽ നമുക്കിപ്പോൾ എത്രമാത്രം കോസ്റ്റ് ആവും, അതിൽ നമുക്ക് എത്രമാത്രം പ്രോഫിറ്റ് വേണം എന്നൊരു കോൺട്രാക്ടർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെയാണ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോൺട്രാക്ട് പ്രൈസ് എത്രയാണോ അതിൽ നിന്ന് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, കംപ്ലീഷൻ വരെയുള്ള കോസ്റ്റ് പ്ലസ് എസ്റ്റിമേറ്റഡ് അഡീഷണൽ കോസ്റ്റ് ടു കംപ്ലീറ്റ് ദ കോൺട്രാക്ട്, കംപ്ലീഷൻ വരെയുള്ള എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, അതിനുണ്ടാവുന്ന അഡീഷണൽ കോസ്റ്റ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കോൺട്രാക്ട് പ്രൈസിൽ നിന്ന് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യണം. കംപ്ലീറ്റഡ് കോൺട്രാക്ടിന്റെ ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്ടിന്റെ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്. ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിന്റെ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാനായിട്ട് നമുക്ക് എത്രയാണോ കോൺട്രാക്ട് പ്രൈസ് അതിൽ നിന്ന് എത്രയാണോ നമുക്ക് കോസ്റ്റ് ആയിരിക്കുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കംപ്ലീറ്റഡ് കോൺട്രാക്റ്റിന്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. ആ പ്രോഫിറ്റ് കംപ്ലീറ്റ്ലി നമ്മൾ കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും, പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും. നമ്മളിപ്പോൾ പ്രോഫിറ്റ് ഓൺ കംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെ പ്രോഫിറ്റ് എങ്ങനെ അസർട്ടൈൻ ചെയ്യുന്നു, അതെങ്ങനെ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നു എന്ന് കണ്ടു. അടുത്തത് പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആവാത്ത കോൺട്രാക്റ്റിൻ്റെ പ്രോഫിറ്റ് നമ്മൾ എങ്ങനെയാണ് അസർട്ടൈൻ ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊക്കെ നമ്മുടെ
പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോബ്ലത്തിലോട്ട് വരുന്നതിനാണ് നമ്മൾ ഈ തിയറി നോക്കുന്നത്. ഇത് വെച്ച് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒരുപാട് വരാറുണ്ട്. Profit should not completely be transferred to costing profit and loss account because of unrealized profit. ഇവിടെ എന്താന്ന് പറയുന്നുണ്ട്, ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിലെ പ്രോഫിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യത്തില്ല. ബിക്കോസ് അത് അൺറിയലൈസ്ഡ് ആണ്. പക്ഷെ നമുക്കത് റിയലൈസ് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. ബിക്കോസ് നമ്മൾ തനിയെ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യണം. ഈ പ്രോഫിറ്റിനെ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യാന്നുള്ളത് നമുക്ക് ആ റൂൾസിലോട്ട് പോവാം. If the work certified is less than 1/4 of the contract price, no profit should be taken. The entire notional profit is kept in reserve for contingencies or work in progress reserve. എന്ന് വെച്ചാൽ വർക്ക് സർട്ടിഫൈഡ്, നമുക്കിപ്പോൾ ഒരു വർക്ക് സർട്ടിഫൈഡ് ഒരു 75,000 ആണ് വർക്ക് സർട്ടിഫൈഡ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് വെച്ചു. അതിൻ്റെ 1/4 നമ്മുടെ കോൺട്രാക്ട് പ്രൈസിൻ്റെ 1/4 നമുക്ക് ഈ 75-ലും താഴെയാണ്. വർക്ക് സർട്ടിഫൈഡിനേക്കാളും കുറവാണ് നമ്മുടെ കോൺട്രാക്ട് പ്രൈസിൻ്റെ 1/4 എന്ന് പറയുന്നതെങ്കിൽ അതിൽ നമ്മൾ പ്രോഫിറ്റ് ഒന്നും ഇല്ല. ആ കംപ്ലീറ്റ് പ്രോഫിറ്റും നമ്മൾ റിസർവിലോട്ട്, വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വെച്ചാൽ വർക്ക് സർട്ടിഫൈഡിൻ്റെ 1/4, വർക്ക് സർട്ടിഫൈഡ് ഈസ് ലെസ് ദാൻ ദ 1/4. നമുക്ക് കിട്ടിയിരിക്കുന്ന വർക്ക് സർട്ടിഫൈഡ് കോൺട്രാക്ട് പ്രൈസിനേക്കാളും 1/4 അതിലും കുറവാണ്, 1/4ലും കുറവാണെങ്കിൽ അവിടെ പ്രോഫിറ്റ് ഇല്ല, കംപ്ലീറ്റ് റിസർവിലോട്ട് മാറ്റുക. സെക്കൻഡ് വൺ നോക്കാം. ഇഫ് ദ വർക്ക് സർട്ടിഫൈഡ് ഈസ് 1/4 ഓർ മോർ ബട്ട് ലെസ് ദാൻ 1/2 ഓഫ് ദി കോൺട്രാക്ട് പ്രൈസ്. കോൺട്രാക്ട് പ്രൈസിനെ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്ന എമൗണ്ട് 1/4 കൂടുതലുമാണ്, പക്ഷേ 1/2 കോൺട്രാക്ട് പ്രൈസിൽ 1/2 കുറവും ആണെങ്കിൽ contract price, only 1/3 of the notional profit as reduced to a percentage of cash paid by the contractee should be credited to costing P&L account and balance should be transferred to work in progress reserve. അപ്പോൾ നോക്കി 1/4 കൂടുതൽ, കോൺട്രാക്ട് പ്രൈസിൻ്റെ 1/4 കൂടുതലും പക്ഷേ 1/2 കുറവുമാണ് നമ്മുടെ വർക്ക് സർട്ടിഫൈഡ് എങ്കിൽ അതിലെ 1/3 ആ കിട്ടിയിരിക്കുന്ന എമൗണ്ടിൻ്റെ 1/3 നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലോട്ട് മാറ്റുക. ബാക്കി മിച്ചം ഉണ്ടല്ലോ, നമുക്കിപ്പം വർക്ക് സർട്ടിഫൈഡ് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്, അതിൻ്റെ 1/3 നമ്മൾ P&Lലോട്ട് മാറ്റും. ബാക്കി മിച്ചമുള്ള പോർഷൻ നമ്മൾ റിസർവായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അത് കാണാനുള്ള ഇക്വേഷനാണ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ്, ദാറ്റ് ഈസ് നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 1/3 ഇൻറ്റു ക്യാഷ് റിസീവ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. അപ്പോൾ 2 റൂൾ നമ്മളിവിടെ ഇപ്പോൾ നോക്കി. ഫസ്റ്റ് നമുക്ക് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആണ്, അതിലെ വർക്ക് സർട്ടിഫൈഡ് 1/4 കുറവും ആണെങ്കിൽ അവിടെ പ്രോഫിറ്റ് ഇല്ല, കോസ്റ്റിംഗ് P&L ട്രാൻസ്ഫർ ചെയ്യേണ്ട, കംപ്ലീറ്റും റിസർവ് ആക്കുക. ഇപ്പോൾ 1/4 കൂടുതലും 1/2 കുറവുമാണ് നിൽക്കുന്നതെങ്കിൽ, വർക്ക് സർട്ടിഫൈഡ് നിൽക്കുന്നതെങ്കിൽ ആ കിട്ടിയ എമൗണ്ടിൻ്റെ 1/3 കോസ്റ്റിംഗ് P&L മാറ്റുക, ബാക്കി റിമൈനിങ് എമൗണ്ട് റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യുക. അത് കാണാനുള്ള ഇക്വേഷൻ നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്. അടുത്ത റൂൾ നമുക്ക് നോക്കാം. ഇഫ് ദ വർക്ക് സർട്ടിഫൈഡ് ഈസ് 1/2 ഓർ മോർ ബട്ട് ലെസ് ദാൻ 9/10 ഓഫ് ദി കോൺട്രാക്ട് പ്രൈസ്. എന്നൊക്കെ വർക്ക് സർട്ടിഫൈഡ് 1/2 കൂടുതലാണ്, പക്ഷേ 9/10 കോൺട്രാക്ട് പ്രൈസിന്റെ 9/10 കുറവാണെങ്കിൽ, ഓർ ദ കംപ്ലീഷൻ സ്റ്റേജ് ഈസ് ബിറ്റ്വീൻ 50% ആൻഡ് 90%. ചിലപ്പോൾ തരാം കംപ്ലീഷൻ സ്റ്റേജ് ആയിട്ട് തരും 50%-നും 90%-നും ഇടയിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് അത് അക്കൗണ്ട് ചെയ്യുന്നത്? 2/3 ഓഫ് ദ പ്രോഫിറ്റ് ആസ് റെഡ്യൂസ് ടു ദ റേഷ്യോ ഓഫ് ക്യാഷ് റിസീവ് ടു വർക്ക് സർട്ടിഫൈഡ് ട്രാൻസ്ഫർ ടു കോസ്റ്റിംഗ് P&L അക്കൗണ്ട് ആൻഡ് ബാലൻസ് ട്രാൻസ്ഫർ ടു വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവ്. അപ്പോൾ 1/2 മുകളിലാണ്, പക്ഷെ 9/10 താഴെയാണ് വർക്ക് സർട്ടിഫൈഡ് കോൺട്രാക്ട് പ്രൈസിന്റെ നിൽക്കുന്നതെങ്കിൽ നമ്മൾ 2/3 ആ കിട്ടിയ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റിന്റെ 2/3 കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലോട്ടും ട്രാൻസ്ഫർ ചെയ്യും, റിമൈനിങ് എമൗണ്ട് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവിലോട്ടും ട്രാൻസ്ഫർ ചെയ്യും. ഇക്വേഷൻ സെയിം ആണ്, അതിനകത്ത് റേഷ്യോയിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്.
ഇനി അടുത്ത റൂൾ നോക്കാം. ഇഫ് ദ വർക്ക് ഈസ് നിയറിംഗ് കംപ്ലീഷൻ, കംപ്ലീഷൻ സ്റ്റേജിന്റെ അടുത്തെത്തി എന്ന് പറഞ്ഞാൽ എന്താ, 90% എത്തിയിട്ടുണ്ടെങ്കിൽ ദ കോൺട്രാക്ടർ മേ ഡിസൈർ ടു ടേക്ക് പ്രോഫിറ്റ് ഓൺ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്. കോൺട്രാക്ടർക്ക് പ്രോഫിറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാം. അതിന് നമ്മൾ 3-4 മെത്തേഡ്സ് ഉണ്ട് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഏത് മെത്തേഡും യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ച് ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വൺ, എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് പ്രൈസ്. ഇത് യൂസ് ചെയ്യുന്ന അറിയാലോ, 90% വർക്ക് കംപ്ലീറ്റ് ആയെങ്കിൽ. രണ്ടാമത്തേത്, എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് ഇൻറ്റു ക്യാഷ് റിസീവ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. മൂന്നാമത്തേത്, എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു കോസ്റ്റ് ഓഫ് വർക്ക് ടു ഡേ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ് ഓഫ് വർക്ക്. നാലാമത്തേത്, എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു കോസ്റ്റ് ഓഫ് വർക്ക് ടു ഡേ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ് ഓഫ് വർക്ക് ഇൻറ്റു ക്യാഷ് റിസീവ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഇത് തന്നിരിക്കുന്ന ഡേറ്റ വെച്ച് നിങ്ങൾക്ക് ഇതിലേത് ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. കൂടുതലും റിപ്പീറ്റഡ് ആയി ക്വസ്റ്റ്യൻസിൽ വരുന്നത് ഏതാണോ അതായിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായിരിക്കും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കേണ്ടത്. അപ്പോൾ എല്ലാം അങ്ങ് കാണാതെ പഠിക്കേണ്ട ആവശ്യം ഇല്ല. ലാസ്റ്റ് റൂള് നമുക്ക് നോക്കാം. ലാസ്റ്റ് അല്ല ബട്ട് നോട്ട് ലീസ്റ്റ് നോക്കാം. പ്രോഫിറ്റ് റിമൈനിങ് ആസ് ദ റിസർവ് ഈസ് ഷോൺ ആസ് എ ഡിഡക്ഷൻ ഫ്രം ദ വർക്ക് ഇൻ പ്രോഗ്രസ് ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. നോക്കിയേ, നമ്മൾ ആ പ്രോഫിറ്റ് റിമൈനിങ് ആസ് എ റിസർവ്, നമുക്ക് ആ പ്രോഫിറ്റ് ആണല്ലോ, ആ പ്രോഫിറ്റ് നമ്മൾ എന്തായിട്ട് കാണിക്കും, വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് ഒരു ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നമ്മൾ കാണിക്കും. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്, അതിന്റെ പ്രോഫിറ്റ് ആണ്. നമ്മൾ അതെവിടെ, അത് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വർക്ക് ഇൻ പ്രോഗ്രസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തായിരിക്കും ഈ പ്രോഫിറ്റിനെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ട്രീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റൂളിൽ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുക. അത് വർക്ക് ഇൻ പ്രോഗ്രസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തായിരിക്കും കാണിക്കുക. ഇനി നമുക്ക് നോക്കാം. ഇപ്പൊ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വർക്ക് ഇൻ പ്രോഗ്രസിൽ നിന്ന് കുറച്ച് കാണിക്കുമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ലോസ് ആണ് ഉണ്ടാവുന്നത്, പ്രോഫിറ്റ് അല്ല അവിടെ ലോസ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഫുൾ എമൗണ്ട് ഓഫ് ലോസ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു P&L അക്കൗണ്ട്. കംപ്ലീറ്റ് ലോസ് നമ്മൾ P&Lലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് റൂൾസ്. അപ്പോൾ റൂൾസ് നമുക്ക് പ്രോബ്ലത്തിൽ ഓരോ റൂള് വെച്ചുള്ള പ്രോബ്ലംസ് ഉണ്ട്, നമുക്കത് ഓരോന്നും പരിചയപ്പെടാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ റൂള് മനസ്സിലാവാനായിട്ട് സാധിക്കും. ഇതെല്ലാം പ്രോബ്ലം പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അടുത്തതാണ് എസ്കലേഷൻ ക്ലോസ്. ഞാൻ തിയറി സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എസ്കലേഷൻ ക്ലോസ് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നുവെച്ചാൽ മെറ്റീരിയൽ അതുപോലെ തന്നെ ഓരോ പ്രോഡക്ട്സിൻ്റെയും നമ്മൾ ഈ കോൺട്രാക്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ പ്രൈസിൽ ഉണ്ടാവുന്ന വേരിയേഷൻ നമ്മുടെ കോൺട്രാക്ട് പ്രൈസിനെ അഫക്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ കോൺട്രാക്ട് പ്രൈസ് നമ്മളിപ്പോൾ ഈ വർക്ക് ചെയ്ത് തീർക്കുന്നതിന് 10 ലക്ഷം രൂപ എന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഓരോ പ്രൊഡക്റ്റിൻ്റെയും വാല്യൂ വേരി ചെയ്യുന്നതിനനുസരിച്ച് കോൺട്രാക്ട് പ്രൈസിനും വേരി വരും അല്ലേ. 10 ലക്ഷമാണ്, പക്ഷെ മെറ്റീരിയൽസിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായി, നമുക്ക് കോൺട്രാക്ട് പ്രൈസ് കൂട്ടേണ്ടി വരും അല്ലേ. നേരെ തിരിച്ചു, നമ്മളൊരു 10 ലക്ഷം ഫിക്സ് ചെയ്തു, പക്ഷെ എന്താ മെറ്റീരിയലിന്റെ വാല്യൂ ഒക്കെ കുറഞ്ഞു, വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ കോൺട്രാക്ട് പ്രൈസ് ലെസ് ചെയ്യേണ്ടി വരും. ഇതാണ് എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുക. This is a clause which is provided in contract to cover up any changes in the price of material, labor and other services until the completion of contract. എന്നാണ് പറഞ്ഞാൽ ഒരു കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ചേഞ്ചസ്, മെറ്റീരിയലിൽ വരുന്ന ചേഞ്ച് ആവാം, ലേബറിലാവാം, അതർ സർവീസസിൽ വരുന്ന ചേഞ്ച് ആവാം. ഇതിൽ ഏത് വന്നാലും നമ്മുടെ കോൺട്രാക്ട് പ്രൈസിനെ അത് അഫക്റ്റ് ചെയ്യും. ആ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എസ്കലേഷൻ ക്ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. The object of the clause is to safeguard the interest of both the contractor and contractee against unfavorable changes in the price. കോൺട്രാക്ടർക്കും കോൺട്രാക്റ്റിക്ക് ഇത് ഫേവർ ആയിട്ടാണ് വരുന്നത്. എന്തുകൊണ്ടാ, പ്രൈസ് കൂടിയാൽ എന്ന് വെച്ചാൽ കോൺട്രാക്ട് പ്രൈസ് കൂടിയാൽ കോൺട്രാക്ടർക്ക് അത് ബെനിഫിറ്റ് ആയിരിക്കും. ഇനി കോൺട്രാക്ട് പ്രൈസ് താഴോട്ട് പോയാൽ അത് ആർക്കായിരിക്കും ബെനിഫിറ്റ്, കോൺട്രാക്റ്റിക്കായിരിക്കും ബെനിഫിറ്റ് ആയിട്ട് വരിക. ഇതാണ് റിട്ടൻഷൻ ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.